ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണല്ലേ ഈ പ്രഗ്നൻസി റിവീൽ ചെയ്യുക. പിന്നെ അവർക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്നത് മൂലം ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, യാതനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഓഡിയൻസിനെ കാണിക്കുക, അതുവഴി കുറേ റീച്ച് ഉണ്ടാക്കുക. ഇത് ഇപ്പോഴെന്നല്ല, കുറേ നാൾ മുമ്പ് തന്നെ കണ്ടു തുടങ്ങിയ ഒരു സംഭവം തന്നെയാണ് ഇത്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവർക്ക് നന്നായിട്ട് വ്യൂവർഷിപ്പ് കിട്ടും, നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ് സോഷ്യൽ മീഡിയ. അതൊരു പരിധി വരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അവരത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ജനങ്ങളൊക്കെ അതിനെ അംഗീകരിക്കും. അവരുടെ ഒരു സന്തോഷ നിമിഷമാണല്ലോ. ഓവർ കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ജനങ്ങൾ ആരായാലും പ്രതികരിക്കും. അതുപോലെയാണ് ഈ റീസെൻ്റായിട്ട് അടുത്ത്, ഞാൻ ഏതാണ് എന്താണെന്നൊന്നും പറയുന്നില്ല, വൈറലായ വീഡിയോസ് തന്നെയാണ്. ഒരു ഫാമിലിയുടെ വ്ലോഗ്, അതായത് പ്രഗ്നൻ്റ് ആവുന്നു, അതിനെ തുടർന്നുള്ള വോമിറ്റിങ്, എനിക്കിപ്പം വേണ്ട, ഇത് വേണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റില്ല ചേട്ടായി എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ് കരഞ്ഞ്, അതായത് പ്രഗ്നൻ്റ് ആയത് അവർക്ക് ഇഷ്ടമായിട്ടില്ല, ആ കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെനിക്ക് ഒരുപാട് പേര് അതിനിടയിൽ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ വിമർശിച്ചുകൊണ്ട് വേറെ ചില ആളുകൾ പറയുന്നുണ്ട്, ഇവർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകാത്തത് കൊണ്ടാണ്, ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്, അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ തോന്നിയില്ല, ഒട്ടും തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല. ഇവർ ഈ ഒരു വീഡിയോ ഇപ്പം ഈ കുഞ്ഞ് ഉദരത്തിലുണ്ടായപ്പോൾ തൊട്ട് ആ ലേഡി കാട്ടിക്കൂട്ടുന്ന ഇമാതിരി കോപ്രായങ്ങൾ ഒരു പരിധി വരെ അതിൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ബാധിച്ചേക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ തന്നെ കുഞ്ഞാണ്. അതിങ്ങനെ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുമ്പോൾ ഉടനെ ക്യാമറ എടുത്തുകൊണ്ട് പോയി വീഡിയോ പിടിക്കാതെ ജനങ്ങളെ കാണിക്കുക, പേഴ്സണലായിട്ട് അവർ വെച്ചിരുന്നെങ്കിലും ഇത്രയും പ്രശ്നമില്ല. ഇതിപ്പോൾ അവർ വീഡിയോ ആയിട്ട് പുറത്തേക്ക് ഇട്ടേക്കാണ്. ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മേ ബി ഈ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അവർ ചിലപ്പം ആ വീഡിയോ പ്രൈവറ്റ് ആക്കാം, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തേക്കാം. പക്ഷേ ഇതെടുത്ത് റിയാക്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലേ, ഇവരുടെയൊക്കെ കൈകളിൽ ഇവരുടെയൊക്കെ വീഡിയോസ് അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പേരൻസിനില്ലാത്ത ബുദ്ധിമുട്ടൊന്നുമല്ല പുറത്തുള്ള ആളുകൾക്ക്. അപ്പോൾ ആ വീഡിയോസ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കും. ഈ കുഞ്ഞ് എപ്പോഴെങ്കിലും ഇത് കാണാനിടയായാൽ അതിനുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം പോലും അതുപോലും വകവയ്ക്കാതെയാണ് ഇവരിങ്ങനത്തെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് അനുഭവിച്ചവർക്കേ അറിയൂ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത്, പണ്ട് കാലമൊന്നുമല്ല, ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്, അതെടുക്കാം അല്ലേ, ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ഇങ്ങനൊരു സംഭവം വന്നു കഴിയുമ്പോൾ, ഇനി അഥവാ സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാലും ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെയൊക്കെ എടുത്തിട്ടും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിധിച്ചതാണ്. അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. അഥവാ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിലും ദയവായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും കാണിക്കാതിരിക്കുക. ഇത് പിന്നീട് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇത് കാണാനിടയായാൽ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എനിക്ക് അതിനോട് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എന്ത് തന്നെ വന്നാലും, ആഫ്റ്റർ പ്രഗ്നൻസി, ഡെലിവറി, എന്ത് തന്നെ വന്നാലും ഇങ്ങനെ ആളുകൾ എടുത്തിടുന്നുണ്ട്. ഒരു പരിധി വരെ ഇത് പ്രഹസനമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കൂടുതൽ പാമ്പർ ചെയ്യണം, കെയർ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിന് നേരെ ലേഡീസ് തിരിയും എന്ന് പറയുന്ന ഈ ഒരു സംഭവം എത്രത്തോളം ഇങ്ങനെ പറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് സ്ത്രീകൾ ഇതിനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ 10ഉം 12ഉം ഒക്കെ മക്കളുള്ള പഴയ കാലമുണ്ടായിരുന്നു അല്ലേ. ആ കാലത്തൊക്കെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് അമ്മമാർ പ്രസവിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒന്നും ഇത്രയും ഒരു വലിയ സ്റ്റേജിൽ കണ്ടിട്ടില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ള സമയത്ത് ഒരു പാമ്പറിങ് കുറഞ്ഞ്, ഒരു കെയറിങ് കുറഞ്ഞു പോയാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പം തന്നെ കുഞ്ഞിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുക, കുഞ്ഞിനോട് ദേഷ്യം തോന്നുക, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കെയറിങ്ങും സ്നേഹവും സഹകരണവും എല്ലാം ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമാണ്. ആഫ്റ്റർ ഡെലിവറി പ്രത്യേകിച്ചും അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സ്വന്തം കുഞ്ഞിന് തന്നെ ആയിരിക്കില്ലേ. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കിടന്ന് കാണിച്ചാലും ഒരമ്മ കുഞ്ഞിനെ നോക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടിരിക്കേണ്ടത്. അതിൽ എനിക്കൊരു ശ്രദ്ധ കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ചേഞ്ച് വന്നു, എനിക്ക് അവിടെ സ്ട്രെച്ച് മാർക്ക് വന്നു, എനിക്ക് കുറച്ച് തടി വന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞാൽ അത് നേരെ കുഞ്ഞിൻ്റെ നേരെയാണോ തീർക്കുക?
അത് ഒരു പരിധിവരെ മാനസികമായ പ്രശ്നങ്ങളാണ് എന്ന് പറയാം. ഇതെനിക്ക് തോന്നുന്നു ഇത് സോഷ്യൽ മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഇതുപോലെ ലേഡീസിന് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കുറയുന്നതായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. നിങ്ങളവരെ മനസ്സിലാക്കുക, അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയവർക്കേ അറിയുള്ളൂ, ഈ സമയത്ത് ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് ലേഡീസിന് ഇത് വല്ലാണ്ട് കൂടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒരു കുഞ്ഞിനോട് സ്നേഹമുള്ള ഒരമ്മയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞാണെങ്കിൽ ഒരിക്കലും തന്നെ തൻ്റെ ശാരീരികമായ പോരായ്മകളോ അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് അപ്പുറത്തേക്ക് വരില്ലല്ലോ ഇതൊന്നും. അപ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹവും ഇതും എവിടെ കുറയുന്നോ അവിടെ തന്നെയാണ് ഇത് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ബട്ട് അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ലേഡി, എനിക്കെതിരെ വീഡിയോ ചെയ്ത ആ ലേഡി തന്നെയാണ്. ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ അവരുടെ തംബ്നെയിലൊക്കെ കണ്ടിരുന്നു. എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കണ്ടിട്ടില്ല. ആ തംബ്നെയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എടാ തനിക്കെതിരെ വീഡിയോ ചെയ്ത ആ ലേഡി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, താനൊന്ന് കാണണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ വീഡിയോ ഇട്ട് തീർച്ചയായിട്ടും നമുക്കത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, നമ്മൾ കാണുമല്ലേ. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒട്ടുമേ അവരുടെ വീഡിയോ കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അവൾ പറഞ്ഞ് രണ്ടാമതും വിളിച്ചിട്ട് കണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ എന്താണെന്ന് അറിയാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നലെ ഇട്ട ആ വീഡിയോ, ഇന്നലെയാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ആ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അതിലവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കും ഇതുപോലെ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് അവർ. അപ്പോൾ അവർ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയപ്പം അവർക്ക് 8 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, അതിനുശേഷം 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അതിനുശേഷം 4 വയസ്സുള്ള ഈ കുട്ടിക്ക് ശേഷം അവർ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു. അവരൊപ്പം മെൻ്റലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു അത്രേ. ഈ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ അവർ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അത്രേ. എന്തായാലും ഓക്കെ അല്ലെങ്കിലും ഇവർ പ്രഗ്നൻ്റ് ആയി. ഇവർക്ക് കുഞ്ഞിന് 6 വീക്സ് വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത്രയും സംഭവം, ഇത്രയും 6 വീക്സ് വളർച്ച എത്തിയ ഒരു കുഞ്ഞ്, ഹാർട്ട് ബീറ്റ് തുടങ്ങിയ ഒരു കുഞ്ഞ്, ഒരു ദയയുമില്ലാതെ ഈ സ്ത്രീ അബോർട്ട് ചെയ്തു. കാര്യം പറയുന്ന ഒരേ ഒരു കാരണം ഇത് മാത്രമാണ്, ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു, മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് ഡെലിവറി 4 വർഷം മുമ്പുള്ള ആ ലാസ്റ്റ് ഡെലിവറിയിൽ അവർക്ക് ഒരുപാട് പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു കുരുന്ന് ജീവനെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന കാരണങ്ങൾ. ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു, സോ ഞാൻ അബോർട്ട് ചെയ്തു. ഒരു ജീവൻ നശിപ്പിച്ച് കളയാണ്, കൊന്നു കളയുന്നതിന് പറയുന്ന സൊല്യൂഷനാണ്. ഞാൻ ഓക്കെ അല്ലായിരുന്നു. ഇങ്ങനെ ഓക്കെ അല്ലാത്ത ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ ആകുമ്പോൾ താൻ എപ്പോഴാണോ ഓക്കെ ആകുന്നത് അപ്പം മാത്രമാണ് ഇതിന് വേണ്ട നടപടികൾ എടുക്കാവൂ, ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടണം. ഒരു കുഞ്ഞ് ജീവൻ ഉദരത്തിൽ ഉത്ഭവിച്ച് 6 ആഴ്ച പ്രായവുമായി ഹാർട്ട് ബീറ്റും തുടങ്ങി കഴിയുമ്പോഴാണോ ഞാൻ ഓക്കെ അല്ല, എനിക്കിത് വേണ്ട എന്നൊക്കെ തോന്നുന്നത്? എത്ര സിമ്പിളായിട്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മിക്കവാറും സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ എനിക്കറിയാം ഉണ്ടായിട്ടുണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് പലരും അബോർട്ട് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് അവരതൊക്കെ ഓർക്കുന്ന വളരെ വിഷമത്തോടെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും, അങ്ങനെ ഒരു അബോർഷൻ അവരറിയാതെ സംഭവിച്ചതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെങ്കിലും അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ അവർ വല്ലാണ്ട് വിഷമിച്ചിട്ടായിരിക്കും ആ സംഭവം പറയുക. ഈ സ്ത്രീ ഒരു കൂസലും ഇല്ലാതിരുന്ന് പറയുകയാണ്, ഞാനും ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതാ. എന്നിട്ട് ഞാൻ 6 ആഴ്ച വളർച്ച എത്തി. ഇപ്പം എനിക്ക് കുറേയും കൂടിയൊക്കെ നോക്കി, ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇത് നല്ലതാണ്, ഇത് 2 പെൺകുട്ടിയല്ലേ, അപ്പോൾ ഒരു ആൺകുട്ടി കൂടി നല്ലതായിരിക്കും, ഇത് മുന്നോട്ട് പൊക്കോളൂ, ഇത് നല്ല കാര്യമാണ്, ഒരു കുഞ്ഞല്ലേ, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓക്കെ അല്ലായിരുന്നു. അവർ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഒരെണ്ണമൊക്കെ ചെയ്തു, അത് അത്ര റീച്ച് ആയില്ലെന്ന് തോന്നുന്നു. അതിപ്പോൾ പ്രൈവറ്റ് ആക്കിയേക്കാന്നാണ് പറയുന്നത്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് കക്ഷി ഇതിനെ അബോർട്ട് ചെയ്തു. അത് വലിയൊരു സംഭവമായിട്ട് അവർ വന്നിരുന്ന് പറയുകയാണ്. എത്ര ക്രൂരയായ ദുഷ്ടയായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഓർത്തു. എങ്ങാനും സംഭവിച്ചു പോയ കാര്യമാണെങ്കിൽ പോലും അത് പറയുമ്പോൾ ഒരമ്മയുടെ മുഖത്തെ സങ്കടമോ ആ ചാഞ്ചല്യമോ ഒന്നുമില്ലാതെ ഒരു ജീവനെ വയറ്റി വെച്ച് നിഷ്ഠൂരം കൊലപ്പെടുത്തിയതിനെ അത്രയധികം കോൺഫിഡൻസോടെ അവർ വന്നിരുന്ന് പറയുകയാണ്. ഈ സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ മാത്രമേ കണ്ടുള്ളൂ, ഉള്ളടക്കം അപ്പോൾ നമുക്ക് ഗ്രഹിക്കാം.
കുഞ്ഞുങ്ങളെ പറയുന്ന യക്ഷിന്നോ അങ്ങനെ എന്തോ ആണ്. അത് ഞാൻ കുഞ്ഞിനെ പറഞ്ഞിട്ടില്ല. ഇത്രയധികം മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ഒരു മകനോട് നീയും നിന്റെ കുഞ്ഞുങ്ങളാൽ അനുഭവിക്കുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇത്രയധികം വികാരം കൊണ്ട് ഈ രാക്ഷസിയുടെ യഥാർത്ഥ മുഖം ഇതാണ്. എനിക്ക് ഫസ്റ്റിലേ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ വീഡിയോ കാണാൻ തോന്നില്ല. എനിക്ക് എന്തോ സംതിങ് നെഗറ്റീവ് തന്നെ ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അതെന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് വെളിവായി ഈ വീഡിയോ കണ്ടപ്പോൾ. ഒരു മനുഷ്യ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നോർമലി പ്രശ്നമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ്, ഹെൽത്ത് ഇഷ്യൂ ഒന്നുമില്ലാത്തൊരു കുഞ്ഞ്, ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്ത കുഞ്ഞ്, ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ കുഞ്ഞ്, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കണമെങ്കിൽ എത്രത്തോളം ക്രൂരമായ ഒരു മനസ്സായിരിക്കും അവർക്ക്. അതും ഇത്രത്തോളം വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ. അപ്പോൾ അവരെയൊന്നും ഒരിക്കലും സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. അവരാണ് ഘോരഘോരം വന്നിരുന്ന് വേറെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടായ ഉടനെ കൊന്നുകളയുന്ന അമ്മമാരുമൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതല്ലേ? ഇവർക്കൊക്കെ എന്ത് വോയിസ് ആണുള്ളത് സമൂഹത്തിൽ വന്ന് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പറയാനായിട്ട്? അതിപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന് ഈ ഒരു വിഷയത്തിൽ പ്രഗ്നൻസി റിവീലിംഗ്, ഇവരെന്തായാലും ഇവരുടെ ഇപ്പം ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവരുടെ കുഞ്ഞിന് 1 വയസ്സെന്തേ ഉള്ളൂ. അവരുടെ കുഞ്ഞിന് 1 വയസ്സേ ഉള്ളൂ. ആ ഒരു സമയത്താണ് അടുത്തത് ഉണ്ടായേക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യമേ പറഞ്ഞുള്ളൂ. അവരെന്തായാലും അതിനെ അബോർട്ട് ചെയ്തിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് ഈ പറയുന്ന രീതിക്കാണെങ്കിൽ. അവർ പിന്നെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അത് കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം അത് സത്യം തന്നെയാണ്. അല്ലാതെ ഈ സ്ത്രീ കാണിച്ചതുപോലെ അവർ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇതാണോ മാതൃകയാക്കേണ്ടത്? മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കണം, ഓക്കെ ആക്കണം. 4 വയസ്സായ ഒരു ഇളയ കുട്ടിയല്ലേ ഉള്ളത്. എന്നിട്ട് അതിനെ കൊണ്ട് നിർദാക്ഷിണ്യം കളഞ്ഞിട്ട് അവർ വന്നിരുന്ന്, അതും പോട്ടെ അവരുടെ പേഴ്സണൽ കാര്യമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, വേറെ പൊതുജനങ്ങൾ അറിയുന്നില്ലല്ലോ. ഇത് പബ്ലിക്കായിട്ട് വന്നിരുന്ന് വീഡിയോയ്ക്ക് കൂടെ പറയുകയാണ്, ഞാൻ കുറേ ശ്രമിച്ചു, എന്നിട്ട് ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു, കുട്ടിക്കളി പോലെ ഞാനത് എന്നിട്ട് അബോർട്ട് ചെയ്തു എന്ന്. എത്ര ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് അവർ ലഘൂകരിച്ച്, ഒരു ജീവനെ ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് അവർ ലഘൂകരിച്ച് സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ കൂടി മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നാം, ചില സാഹചര്യങ്ങളിൽ പ്രഗ്നൻ്റ് ആയാൽ അവരിനി കൺഫ്യൂസ്ഡ് ആകും. ഞാൻ ഓക്കെ ആണോ അല്ലയോ, അബോർട്ട് ചെയ്തേക്കാം അല്ലേ, കുഴപ്പമില്ല എന്നൊരു ചിന്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് ആ സ്ത്രീ കൊടുത്തത്. എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു നെഗറ്റിവിറ്റി അവരിൽ ഫീൽ ചെയ്തെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന്. ഇങ്ങനെ പറയുന്ന ആളുകളെ നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക? എത്രയൊക്കെ ആയാലും സ്വന്തം അമ്മയല്ലേ, അമ്മയ്ക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഫോഴ്സ്ഫുള്ളി അമ്മമാരെ കൊണ്ട് ചെയ്യിക്കുന്ന ആളുകളുണ്ട്, ഭർത്താക്കന്മാർ പീഡിപ്പിച്ച് ഇത് വേണ്ട എന്ന് പറയുന്ന അബോർട്ട് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അബോർട്ട് ചെയ്യേണ്ട വരാറുണ്ട്, നമ്മളറിയാതെ അബോർഷനായി പോകാറുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരമ്മ തീരുമാനം എടുക്കുകയാണ്, എനിക്കിതിനെ വേണ്ട, ഞാൻ മെൻ്റലി ഓക്കെ അല്ലാന്ന്. എത്ര ക്രൂരവും നീചവുമായ പ്രവൃത്തിയാണ്. ഇത്രയും ക്രൂരയായ സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയുക, ആ രീതിയിൽ അവരെ കാണുക, അവരോട് പെരുമാറുക, അവരെ ഫോളോ ചെയ്യുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് ഇത്രയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. കാര്യം വല്ലാതെ അതിശയിപ്പിച്ച് തന്നെ അവരുടെ ആ കൂളായിട്ടുള്ള ഒരു ചാഞ്ചല്യമില്ലാത്ത ആ പറച്ചിൽ കേട്ടപ്പോൾ. അവരാണ് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് വാതോരാതെ സംസാരിക്കാനായിട്ട് വരുന്നത്. കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞ യക്ഷി എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം മനോധൈര്യം യക്ഷികൾക്ക് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, മെൻ്റലി പ്രിപ്പയർഡ് അല്ലാത്ത ആളുകൾ അങ്ങനെയുള്ള സമയം പ്രിപ്പയർഡ് ആയിട്ട് മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കടക്കുക, ഇല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ദയവ് ചെയ്തൊരു കുരുന്ന് ജീവൻ ഉദരത്തിൽ വന്നു കഴിഞ്ഞിട്ട് അതിനെ നിർദാക്ഷിണ്യം കൊന്നുകളയാം എന്നുള്ള ആ ഒരു ചിന്ത ഒരു മനുഷ്യനും ഉണ്ടാവരുതെന്നും. അതും ഒരു ജീവനാണ് അല്ലെ, സ്വന്തം ജീവനാണ്, സ്വന്തം ചോരയാണ്. അതിനെ ഉള്ളിൽ വെച്ച് കൊന്നു കളയുന്നതും പുറത്ത് വരുമ്പോൾ ഇല്ലാതാക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ? എത്ര ക്രൂരമായൊരു മനസ്സാണ്. ഇത് കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് ആരും ഫോളോ ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.